എവിടെ നോക്കിയാലും അതിമനോഹരമായി അലങ്കരിച്ച ലൈറ്റുകൾ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലൈറ്റുകൾ വിവിധ വർണ്ണങ്ങളിൽ. ഇതെവിടെയാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? ഇത് കുവൈറ്റിലെ നാഷണൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അഹമ്മദി എന്ന സ്ഥലത്ത് ആ ഏരിയ അലങ്കരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടാൽ, വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായ ഒരു ഇതാണ്. ഈ കാണുന്ന പൂക്കളൊക്കെ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. അത് ഈ സീസണ് സമയത്ത് മാത്രമാണ് ഈ പൂക്കൾ ഇവിടെ വരുന്നത്. പല പല നിറങ്ങളിൽ ഈ ചെടി ഇവിടെ കാണാം. അതൊരു 2 മാസം 3 മാസം കഴിയുമ്പോൾ കഴിഞ്ഞു. ഇത് KOC കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ എംബ്ലമാണ്. ആ ഒരു ഈഗിളിൻ്റെ അവരുടെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെയാണത്. കണ്ടോ, ഈ ചുവന്ന പൂക്കൾ റിയൽ ഫ്ലവറാണ്. നല്ല മനോഹരമായ ഇതിൻ്റെ ഒരു പകൽ വീഡിയോ ഞാൻ അധികം താമസിക്കാതെ ഇടുന്നുണ്ട്. നോക്കൂ, മരങ്ങളൊക്കെ ലൈറ്റുകളാൽ ചുറ്റപ്പെട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച. അതിൽ പോയാൽ സമയം പോകുന്ന നമുക്ക് അറിയത്തേ ഇല്ല. ഈ ഭാഗത്തൊക്കെ എല്ലാ ഏരിയയും എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്ലാസ്റ്റിക് ബാഗുകളോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാം നല്ല നീറ്റാക്കി സൂക്ഷിച്ചേക്കണം. എപ്പോഴും ക്ലീനിങ്ങിന് ആ ഏരിയയിലൊക്കെ എപ്പോഴും ആളുണ്ടാവും. ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകളോ മറ്റൊന്നുമില്ല ഈ ഭാഗത്ത്. ഒരു ഏരിയ പ്രത്യേകിച്ചും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഇപ്പോഴും അവിടെയുള്ള വീടുകളും താമസ മേഖലയൊക്കെ. വലിയ വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മരങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മളിതൊരു മരുഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് തോന്നത്തേയില്ല. ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ഇത്രയും പച്ചപ്പും ഇത്രയും മനോഹരമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എവിടെയും ഞാൻ കുവൈറ്റിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, പക്ഷേ കൂടുതലും ഈ ഏരിയയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാതെ റോഡുകളാണെങ്കിലും ചില സമയത്ത് മാത്രം തിരക്കുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. സ്പീഡ് ലിമിറ്റുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്നതൊക്കെ ഈന്തപ്പനകളാണ്. ഈന്തപ്പനകളിൽ കൂടി ലൈറ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് മുകളിൽ വരെ മനോഹരമായി വെച്ചിരിക്കുന്നു. ഈ മരങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന ലൈറ്റ് നമ്മൾ കാണുമ്പോൾ വെള്ളം താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ തോന്നും. ഓക്കെ, ഇത്ര മനോഹരമായി ഈ ലൈറ്റുകളൊക്കെ അലങ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ എടുത്തു എന്നുള്ളതാണ്. 100 കണക്കിന് തൊഴിലാളികളുടെ അധ്വാനം. ഇതൊരു ഏരിയ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. ആ ഒരു എത്രയോ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ വിജയേട്ടനും കൂടിയാണ് ഇത് കാണാൻ വേണ്ടി പോയത്. പുള്ളിക്കാരനാണ് കൂടുതലും വീഡിയോ പിടിച്ചതൊക്കെ. ഈ ഭാഗത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവം വെച്ചാൽ ഈ മരങ്ങളാണ്. മനോഹരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ, ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ് ഇതൊക്കെ. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 19 വർഷമായി. ഈ 19 വർഷത്തിനുള്ളിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളർന്നെന്നോ അല്ലെങ്കിൽ അത് വലുതാകുന്നൊന്നും നമുക്ക് തോന്നില്ല. സ്ഥിരം കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്നാലും എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് ആ ഒരു ഭാഗമൊക്കെ. ഈ അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചർച്ചൊക്കെ ഉണ്ട്. ചർച്ച് വേറെ എവിടെയൊക്കെയോ ഉണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. ഞാനിവിടെ പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ കുവൈറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് വിശ്വാസികളായ മറ്റു മതക്കാർക്ക് വേണ്ടിയിട്ട്. ഈ നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കുവൈറ്റ് എന്ന രാജ്യം മുഴുവൻ ഈ രീതിയിലാക്കിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആവാം, എന്നാലും എല്ലാ ഏരിയകളിലും ഇതുപോലെ മനോഹരമാക്കിയെടുത്തെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ എല്ലാ സ്ഥലത്തും. ഹലാ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഏറ്റവും കൂടുതൽ അവധി ദിവസം കിട്ടുന്നതും ഈ ഹലാ ഫെബ്രുവരിക്കാണ്. ഇവിടുത്തെ സ്വദേശികളായാലും വിദേശികളായാലും ഒരുപാട്
ദിവസങ്ങൾ അവധിയും കിട്ടും, അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്നൊരു സമയമാണ്. കുവൈറ്റ് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷികമായിട്ടാണ് ഈ സമയത്ത് ഇവർ ആഘോഷിക്കുന്നത്. മുൻപ് സദ്ദാം ഹുസൈൻ ഈ നാട് പിടിച്ചെടുത്തപ്പോൾ മാസങ്ങളോളം ഇവിടെ അനിശ്ചിതത്തിലായ സമയത്ത് ഉള്ള ഓരോ കഥകൾ ഓരോ ആളുകൾ പറഞ്ഞിട്ടറിയാം. ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് ഓടിപ്പോയവർ, ഇവിടെ പിടിച്ചു നിന്നവർ, അവരിൽ നിന്നുണ്ടായ ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് അമേരിക്ക ഇടപെടുകയും അവർ ഈ നാടിനെ തിരിച്ച് ഇവർക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ചരിത്രം. ഇപ്പോഴും അമേരിക്കൻ മിലിറ്ററി ഇവിടെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. പല ഏരിയയിലും അമേരിക്കൻ മിലിറ്ററി ഇപ്പോഴും ഉണ്ട് ഇവിടെ. പലർക്കും പല നാടുകളെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ നാട് എനിക്കൊരു പോറ്റമ്മ തന്നെയാണ്. വേറൊന്നുമല്ല, സ്വന്തം രാജ്യത്തുനിന്ന് ഈ മണ്ണിൽ വന്നപ്പോൾ ഒന്നുമില്ലാതെ ഒട്ടക്കൈയായിട്ട് വന്നാരാ ഒരുപാട് പ്രവാസികളെ പോലെ ഞാനും. പക്ഷേ ഈ നാട് നമുക്കെല്ലാം തന്നു, എല്ലാം. അതുകൊണ്ട് തന്നെ ഈ നാടിനോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും, എന്താ പറയണ്ടേ, ആത്മാർത്ഥതയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്. ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൂടുതലും സ്വദേശികളിൽ നിന്നും ആയിരുന്നില്ല. അതിപ്പോൾ നമുക്കിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഞാൻ പറയാണ്, എപ്പോഴും നല്ലത് മാത്രം ഓർമ്മിക്കാനുള്ള ഒരു നാടാണ് എന്നെ സംബന്ധിച്ച് ഈ കുവൈറ്റ്. നമുക്ക് ആവശ്യമുള്ള ഫ്രീഡം ഇവിടെയുണ്ട്. ഏത് പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നമുക്ക് പോകാം. കുവൈറ്റിലെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ രേഖകളും നമ്മളെ കയ്യിൽ ഉണ്ടാകണമെന്ന് മാത്രം. അതായത് അക്കാമ എന്ന് പറയുന്നത് റെസിഡൻസി, സിവിൽ ID കാർഡ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം സാധാരണ ഗതിയിലാണ്. നമുക്കെല്ലാ ഫ്രീഡവും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ രാത്രികളൊക്കെ തനിച്ച് എത്രയോ സ്ത്രീകൾ രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്നവരും വരുന്നവരൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട്. ആർക്കും ആരെയും പേടിക്കാതെ നടക്കാം. എന്നെ സംബന്ധിച്ച് ഈ നാടിനോട് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏതാഘോഷത്തിലും സന്തോഷത്തോടെ നമ്മളും പങ്കുചേരാറുണ്ട്.